അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഹലോ ഫ്രണ്ട്സ്, ഫുട്ബോൾ പീപ്പിളിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നാടനായിട്ട് നമ്മുടെ പാലക്കാടൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നാടനായിട്ട് പാലക്കാടൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇത് ഓയിലാണ് നമ്മൾ ഒഴിക്കുന്നത്. ഒരു 3 ലിറ്റർ ഓയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. നെയ്യ്, പച്ചമുളക്, വലിയുള്ളി ഇതിലിടാം. പട്ട, ഏലം. അപ്പോൾ ശരിക്കും ഇത് ഉള്ളി ഇടുന്നതിൻ്റെ മുന്നിടേണ്ടതായിരുന്നു. നമ്മൾ ചെറുതായൊന്നും വിട്ടുപോയി, അതുകൊണ്ട് നമ്മൾ ഉള്ളി ഇട്ട ശേഷം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വെറുതെ ഞാൻ ചൂടടിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചതാണ്. പിന്നെ നന്നായി കാറ്റടിക്കണ്ടല്ലോ, അതുകൊണ്ട് വെച്ചാൽ. അപ്പോൾ നമ്മുടെ പാലക്കാടൻ ബിരിയാണി ആയതുകൊണ്ട് പിന്നെ നമ്മൾ ഉള്ളിക്കൊന്നും ഒരു കുറവും വരുത്തിയില്ല അല്ലേ. ഉള്ളി വില കൂടിയാലും കുഴപ്പമില്ല, നമ്മളത് ഇട്ടേ പറ്റും. ചെറിയുള്ളി ചതച്ചത്, പുതിന, മല്ലി, വെളുത്തുള്ളി, ചെറിയുള്ളിയും വെളുത്തുള്ളിയും നമ്മൾ നന്നായി ചതച്ചതാണ്. ഇത് നന്നായി അരച്ചെടുത്തതാണ്. ഇഞ്ചി, പട്ട, ഗ്രാമ്പു, ഏലം പൊടിച്ചെടുത്തത്, മുളക് പൊടിയും കാശ്മീരി ചില്ലിയും, കല്ലുപ്പ്, ചെറുതായി അരിഞ്ഞ തക്കാളി, അപ്പോൾ നമ്മൾ ഇളക്കലാണ് മെയിൻ. ഇതിൻ്റെ നമ്മൾ നന്നായി ഇങ്ങനെ അടിക്കൊന്നും പിടിക്കാണ്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. സ്വലാഹിന് വിറകെടുക്കാൻ പോയതാണ് ഷെയിൽ ഇളക്കണം, ഇല്ലെങ്കിൽ സ്വലാഹിനെ വെച്ച് നമ്മൾ ഇളക്കിയിട്ടുണ്ടാവും. ഇത് വണങ്ങി വരുമ്പോഴാണ് ഈ ബിരിയാണി ശരിക്കും മണം വരിക. ഇളക്കി ഇപ്പോൾ ഇവനെ ഇളക്കണ്ട നോക്കാൻ നിൽക്കുക ഞാൻ. അപ്പം മസാലയൊക്കെ നന്നായി ഒന്ന് വണങ്ങി ഒരു മണമൊക്കെ അടിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ തൈരൊന്നും ഇടാം. അപ്പോൾ നന്നായി കഴുകിയെടുത്ത് ചിക്കൻ നമുക്ക് ഇനി ഇതിലേക്ക് ഇടാം. അപ്പോൾ 15 കിലോ അരിക്ക് എടുത്തിരിക്കുന്നത് നമ്മൾ 15 കിലോ ഇറച്ചിയാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ പാലക്കാടൻ ബിരിയാണി ഒരു മണം ഉണ്ടല്ലേ, വല്ലാത്തൊരു മണമാണ്. ഒന്നൊന്നര മണമാണ്. അപ്പോൾ നമുക്കൊന്ന് അടച്ച് ജീവിക്കാം. എന്തായാലും വെള്ളം. അപ്പോൾ ഒരു പാത്രം ആയിരിക്കും നമ്മൾ 1.25 പാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കനിൽ തക്കാളിയിലൊക്കെ വെള്ളം നന്നായി ഇങ്ങനെ വന്നതുകൊണ്ടാണ് നമ്മൾ 1.25 ഒഴിച്ചത്, അല്ലെങ്കിൽ 1.5 നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പുണ്ടോ നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് കുറവ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഉപ്പ് ഇട്ടിട്ടുണ്ട്. കല്ലുപ്പാണ്.
അപ്പോൾ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന മലബാറിൻ്റെ അരിയാണ്. മലബാറിൻ്റെ അരി പറഞ്ഞാൽ വളരെ ചെറിയ അരി ആയിരിക്കും, കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിയിൽ സ്വലാ. അപ്പോൾ ഇത് നമ്മൾ നന്നായി ഒന്ന് അരി കഴുകി എടുത്തിട്ട് ഒരു അരമണിക്കൂർ അരി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇനി നമുക്ക് അരി ഇടാം അല്ലേ സ്വലാ? അത് വെക്ക്. അപ്പോൾ മല്ലിയും പുതിനയും നമ്മളൊന്ന് ഇട്ടിട്ട് ഇളക്കാൻ പോവാണ്. ചന്തല്ലേ ചൊകാന്നുണ്ടല്ലേ താനുള്ളിൽ കാരണം തളതളാൻ തിളക്കുന്നുണ്ട്. അപ്പോൾ ഇനി നന്നായി നമുക്ക് കത്തിച്ചു വിടാം അല്ലേ? ശരി, ഇത് നന്നായിട്ട് ഇളന്ന് ഇളക്കി വിടാം. അപ്പോൾ നാരങ്ങ നീരിൽ കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലത്തിൻ്റെ പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് നല്ല മണം കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു മണം അടിക്കില്ലേ അവസാനം? അപ്പോൾ ഇത് ഇളക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അതിൻ്റെ അടി പിടിക്കാണ്ട് അരി പൊട്ടാണ്ട് നമ്മൾ ഇളക്കണം. അടിയോടെ അങ്ങനെ ഇളക്കുക. അപ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റി വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ചോറൊന്ന് ദമ്മിട്ടേക്കാം. നല്ല ചൂടുന്നു വേണേ. ഇപ്പോൾ റെഡി ആയി നമുക്ക് എടുക്കാം. എടുത്തോ. അയവ പൊളി. എന്താ മണം അല്ലേ സ്വലാ? പാലക്കാട് ബിരിയാണി തന്നെ. ആ സൂപ്പർ മണം ടസുല്ലേ, അടിപൊളി. നമുക്ക് നന്നായി ഒന്ന് ഇളക്കി വിടാം, പക്ഷേ ഇറച്ചി പൊട്ടാത്ത പോലെ വേണം നമ്മൾ ഇളക്കാൻ. ഇതെന്താ ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ വേറെ ഏത് ബിരിയാണിക്ക് കിട്ടാത്തൊരു കളറാണ് ഈ പാലക്കാട് ബിരിയാണി കിട്ടുക അല്ലേ? ഒരു ബ്രൗണിഷ് കളർ കൂമ്പരം കണ്ട. പാലക്കാട് ബിരിയാണിയുടെ കുറച്ച് തൈരും പിന്നെ കുറച്ച് ചില്ലിയും ഇനി നമുക്ക് അടിക്കാം. അപ്പോൾ നമ്മുടെ സ്വന്തം പാലക്കാടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം അല്ലേ? ബിരിയാണി മാത്രം ബിരിയാണി ടേസ്റ്റ് കാണട്ടെ.
ബിരിയാണി മാത്രം കഴിക്കാനും അടിപൊളി. തൈരിൻ്റെ കൂടെ അല്ലേ? സെറ്റ് സാധനം അല്ലേ? പാലക്കാടൻ ബിരിയാണിയുടെ ഇനി ഒരു കായ്ച്ചാറും കൂടി ഇട്ട് കഴിച്ചാൽ മോനെ നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം അല്ലേ? ഓക്കെ ഇല്ലേ നമുക്ക് ഇനി എങ്ങനെയുണ്ട് നോക്കാം. കാച്ചാറും അതുപോലെ തൈരും ഒരു കുഴ. ഒരു കല്യാണത്തിനുമായ ഫീൽ ഇപ്പോഴാണ് വന്നത്. പാലക്കാടൻ കല്യാണല്ലേ? ഈ ബിരിയാണിക്ക് ഇത്ര ടേസ്റ്റ് എന്താ അറിയോ? ഇറച്ചിയും അരിയും ഒരേ അളവിൽ ഇട്ടുകൊണ്ടാണ് ഈ പാലക്കാടൻ ബിരിയാണിൻ്റെ മെയിൻ ടേസ്റ്റ് തന്നെ. കായ്ച്ചാറും അടിപൊളി. നല്ല എരിവുണ്ടല്ലോ മുളക്. എരിവുള്ള മുളകാണ്. എന്താണ്ടാ പറയുന്നത്? ഈ പാലക്കാടൻ ബിരിയാണീൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നമ്മുടെ കായ്ച്ചാറും കൂടി ചേർത്തിട്ട് ഒരു പിടി പിടിച്ചാൽ എൻ്റെ കേട്ടോ അടിപൊളിയായിരിക്കും. ഇതൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, ഷെയർ ചെയ്ത് എല്ലാ കൂട്ടുകാരും എത്തിക്കുക. അപ്പോൾ നിങ്ങളുടെ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലേക്കണം അമർത്തിയാലേ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ചട്ടപ്പെട്ടേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഒരു അടിപൊളി കിട്ടുന്ന റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ പോകുന്നവരെ. അപ്പോൾ ഇതൊക്കെ നമുക്കിനി ആവശ്യമുള്ളവർക്ക് കൊണ്ട് കൊടുക്കാം. നല്ല വെയിറ്റ് ഉണ്ട്.